നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ കാട്ടുപന്നി സാന്നിധ്യമുള്ള 48 ഹോട്ട്സ്പോട്ടുകൾ. കാട്ടുപന്നികളെ വേട്ടയാടുന്നതിനുള്ള ഭാരിച്ച ചെലവ് വഹിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ്. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ പേട്ടതുള്ളി. മതമൈത്രിയുടെ പ്രതീകമായി എരുമേലി. മനം നിറഞ്ഞ് ആയിരങ്ങൾ. പൊൻകുന്നം അട്ടിക്കലിൽ വാഹനാപകടം. ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഇടിച്ചുകയറി 5 കടകൾ തകർന്നു. ആർക്കും പരിക്കില്ല. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാർ. കേരള യൂണിവേഴ്സിറ്റിയെ തകർത്തത് എതിരില്ലാത്ത 3 സെറ്റുകൾക്ക്. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ കാട്ടുപന്നി സാന്നിധ്യമുള്ള 48 ഇടങ്ങൾ വനം വകുപ്പിന്റെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഇടം പിടിച്ചു. കൃഷിനാശവും മനുഷ്യന് നേരെ ആക്രമണം നടന്ന സ്ഥലങ്ങളും പരിശോധിച്ചാണ് ഹോട്ട്സ്പോട്ട് തയ്യാറാക്കിയത്. അതേസമയം അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് വനം വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും വേട്ടയാടുന്നതിനുള്ള ഭാരിച്ച ചെലവ് വഹിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. കോട്ടയം ജില്ലയിൽ കാട്ടുപന്നി സാന്നിധ്യമുള്ള 48 ഇടങ്ങൾ വനം വകുപ്പിന്റെ ഹോട്ട്സ്പോട്ടിൽ ഇടം പിടിച്ചു. കൃഷിനാശവും മനുഷ്യന് നേരെ ആക്രമണം നടന്ന സ്ഥലങ്ങളും പരിശോധിച്ചാണ് ഹോട്ട്സ്പോട്ടുകൾ തയ്യാറാക്കിയത്. പാമ്പാടി പഞ്ചായത്തിലെ 6-ാം വാർഡ്, കോരുത്തോട് പഞ്ചായത്തിലെ പനക്കച്ചിറ വാർഡ് 1, കൊമ്പുകുത്തി, മടുക്ക, കോസടി, ഇളങ്കാട്, ഏന്തയാർ, പാറത്തോട് പഞ്ചായത്തിലെ ചോറ്റി, ചിറ്റടി, പാലപ്ര, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ കുഴിമ്പള്ളി, വലിയ വീടന്മല, കൈപ്പള്ളി, പാതാമ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടും. അതേസമയം അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള വനം വകുപ്പിന്റെ ഉത്തരവ് തദ്ദേശ സ്ഥാപനങ്ങളെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. കോട്ടയം ജില്ലയിൽ കാട്ടുപന്നികളെ വേട്ടയാടുന്നതിന് വിദഗ്ധരായവരുടെ ലഭ്യതക്കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പന്നികളെ വേട്ടയാടുന്നതിനുള്ള ഭാരിച്ച ചെലവിനുള്ള തുക അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എബി ഐപ്പ് ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ പെരുകിയിരിക്കുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നടപടികൾ, അതിൻ്റെ ഭാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. വനം വകുപ്പ് തന്നെ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് പന്നികളെ കൊല്ലാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ പറയുന്ന ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ മലയോര മേഖലയിൽ നിന്നും കൃഷി ഉപജീവനമാർഗമാക്കിയ കർഷകർക്ക് മുൻപോട്ട് പോകാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിശ്വാസത്തിലാറാടി എരുമേലി. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ എരുമേലിയിൽ നടന്നു. കനത്ത വെയിലിനെ വകവയ്ക്കാതെ ആയിരങ്ങൾ പേട്ടതുള്ളലിന് സാക്ഷികളായി. മതമൈത്രിയുടെ സംഗമഭൂമിയായ എരുമേലിയിൽ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ പേട്ടതുള്ളി. രാവിലെ അമ്പലപ്പുഴ സംഘവും ഉച്ചകഴിഞ്ഞ് ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളി. ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറന്നതോടെ രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചു. കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളി ടൗൺ നൈനാർപ്പള്ളിയിൽ എത്തിയ അമ്പലപ്പുഴ സംഘത്തെ പുഷ്പവൃഷ്ടി നടത്തിയും മാലയിട്ടുമാണ് സ്വീകരിച്ചത്. അമ്പലപ്പുഴ സംഘത്തിന്റെ സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയെ വാവരുടെ പ്രതിനിധി ആസാദ് താഴത്തുവീട്ടിൽ കൈപിടിച്ച് ആനയിച്ചു. സംഘം വലിയമ്പലത്തിൽ എത്തുന്നതുവരെ വാവരുടെ പ്രതിനിധിയും ഒപ്പമുണ്ടായിരുന്നു. ഭഗവാന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിൽ 39 മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ 250 പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. 500-ലധികം സ്വാമിമാർ സംഘത്തിന് ഒപ്പം പേട്ടതുള്ളി.
അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി എന്നിവർ പേട്ടതുള്ളൽ മഹോത്സവത്തിൽ പങ്കെടുത്തു. ചെണ്ടകൊട്ടി ഭക്തർക്കൊപ്പം ഇവർ ആഘോഷത്തിൽ പങ്കുചേർന്നു. ഉച്ചകഴിഞ്ഞായിരുന്നു പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളിയത്. ആലങ്ങാട്ട് യോഗം പെരിയോൻ AK വിജയകുമാർ നേതൃത്വം നൽകി. ഭഗവാൻ അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ആഹ്ലാദ പ്രതീകമായാണ് എരുമേലി പേട്ടതുള്ളൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമേലി. പൊൻകുന്നം അട്ടിക്കലിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം കടകളിലേക്ക് ഇടിച്ചു കയറി അപകടം. 5 കടകൾ തകർന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പാലാ പൊൻകുന്നം റോഡിൽ അട്ടിക്കലിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം കടകളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 5 കടകൾ തകർന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. നാഗാലാൻഡ് രജിസ്ട്രേഷനിലുള്ള ബസ്സാണ് അപകടമുണ്ടാക്കിയത്. ശബരിമലയിലേക്ക് ദർശനത്തിനായി പോകുകയായിരുന്നു തീർത്ഥാടകർ. ഇവർക്കാർക്കും പരിക്കില്ല. പൊൻകുന്നം പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലായിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായി. എതിരില്ലാത്ത 3 സെറ്റുകൾക്ക് കേരള യൂണിവേഴ്സിറ്റിയെ തകർത്താണ് അഖിലേന്ത്യാ അന്തർ സർവകലാശാല കിരീടം ചൂടിയത്. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വോളി മദ്രാസ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായി. പാലാ സെന്റ് തോമസ് കോളേജ് ഓട്ടോണമസിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി ജേതാക്കളായി. എതിരില്ലാത്ത 3 സെറ്റുകൾക്ക് കേരള യൂണിവേഴ്സിറ്റിയാണ് പരാജയപ്പെടുത്തിയത്. സ്കോർ 25-21, 25-20, 25-22. വെങ്കല മെഡൽ പോരാട്ടത്തിൽ SRM യൂണിവേഴ്സിറ്റി ചെന്നൈ നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയെ കീഴടക്കി. സ്കോർ 25-16, 25-21, 25-19. ടൂർണമെന്റിലെ മികച്ച അറ്റാക്കറായി മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ജെറി ഡാനിയൽ, ബെസ്റ്റ് സെറ്ററായി നെഞ്ചൽ സൂരിയെയും ബെസ്റ്റ് ലിബറോയി കേരള യൂണിവേഴ്സിറ്റിയുടെ സഞ്ജയ് മണികണ്ഠനെയും ചാമ്പ്യൻഷിപ്പിലെ താരമായി കേരള യൂണിവേഴ്സിറ്റിയുടെ മുഹമ്മദ് ജാസിമിനെയും തിരഞ്ഞെടുത്തു. KT സേവ്യർ IRS, പ്രൊഫസർ ഡോക്ടർ ജോജി അലക്സ്, ഡോക്ടർ സുമേഷ് AS, ഡോക്ടർ ബിനു ജോർജ് വർഗീസ്, ഡോക്ടർ CB ജെയിംസ്, ഡോക്ടർ സാൽവിൻ കാപ്പിലപ്പറമ്പിൽ, ഫാദർ മാത്യു ആലപ്പാട്ടുമാടിൽ എന്നിവർ ചേർന്ന വിജയികൾക്ക് ട്രോഫികൾ നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. പുതുപ്പള്ളിയുടെ വിജ്ഞാന കുതിപ്പിന്റെ രേഖാചിത്രമായി ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി കരിയർ കേഡറ്റ്സ്. വിവിധ സ്കൂളുകളിലെ ഹയർ സെക്കൻഡറിയിലെ 137 വിദ്യാർത്ഥിനികൾ പങ്കാളികളായി. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി 2.0 കരിയർ കേഡറ്റ്സ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പുതുപ്പള്ളി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അറിവുത്സവം. വിദ്യാർത്ഥികളുടെ ഭാവി സുദൃഢമാക്കുന്നതിനായുള്ള പുതിയ ശ്രമങ്ങളുടെ ആരംഭം കൂടിയാണെന്ന് വിദ്യാർത്ഥികൾക്കായുള്ള സന്ദേശത്തിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA അഭിപ്രായപ്പെട്ടു. പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ അഭിരുചി പരീക്ഷകളുടെയും കരിയർ കൌൺസിലിംഗ് ക്ലാസുകളുടെയും അടിസ്ഥാനത്തിൽ ഓരോ വിദ്യാലയത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായാണ് കരിയർ കേഡറ്റ്സ് പരിപാടി സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി, കൊമേഴ്സ്, സയൻസ് വിദ്യാർത്ഥികൾക്ക് ഭാവി സാധ്യതകളെയും അവയിലേക്ക് തങ്ങളുടെ അഭിരുചികളും കഴിവുകളും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എപ്രകാരം എത്തിച്ചേരാം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി യഥാക്രമം ഇന്നോവൈസ് കൊമേഴ്സ് കോൺക്ലേവ്, ക്രോണസ് സയൻസ് കോൺക്ലേവ് എന്നീ സെഷനുകൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി 2.0 പ്രൊജക്ട് കോർഡിനേറ്റർ അതുൽ കൃഷ്ണ CG പദ്ധതി വിശദീകരണം നടത്തി. കേരളത്തിലെ പ്രമുഖരായ വിഷയവിദഗ്ധർ നയിച്ച സെഷനുകളിൽ 137 വിദ്യാർത്ഥികൾ പങ്കാളികളായി. കേരളത്തിലെ പ്രമുഖ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പായ വീക്യാൻഡ് സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് ആണ് പദ്ധതി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് ലുലു മാളിന്റെ മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്ക് പോലീസ് പെറ്റിയടിച്ചു. തൊഴിൽ തടസ്സപ്പെടുത്തുന്നതിന് പെറ്റിയടിച്ച പോലീസ് നടപടിയിൽ CITU പ്രതിഷേധിച്ചു. കോട്ടയം ലുലു മാളിന്റെ മുൻപിലെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്ക് പോലീസ് പിഴയിട്ടതിൽ പ്രതിഷേധം. മണിപ്പുഴ, നാട്ടകം തുടങ്ങിയ പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ ചിങ്ങവനം പോലീസിന്റെ അനുമതിയോടെ ലുലു മാളിന്റെ മുൻപിൽ ഇന്റർലോക്ക് പാകിയ സ്ഥലത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരുന്നു. 20ഓളം ഓട്ടോറിക്ഷകളാണ് ഇവിടെ ഓടിക്കൊണ്ടിരുന്നത്. CITU യൂണിയനിൽപ്പെട്ടവരാണ് ഇവിടെ ഓടിയത്. എന്നാൽ മീനടം, ആർപ്പൂക്കര, പാമ്പാടി തുടങ്ങിയ മറ്റു പ്രദേശങ്ങളിൽ നിന്നും പെർമിറ്റ് ഇല്ലാത്തവർ ചില യൂണിയനുകളുടെ പിന്തുണയോടെ ഓടാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയത്. ഇതോടെ പോലീസ് ഇവിടെ നിന്നും ഇവരെ മാറ്റാൻ ശ്രമിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു. എന്നാൽ പുതിയ ഓട്ടോകൾ അനുവദിക്കില്ലെന്നും സ്റ്റാൻഡ് അനുവദിക്കണമെന്നും CITU കൺവീനർ ശ്രീരൂപ് പറഞ്ഞു. ഇവിടെ കിടന്ന് വണ്ടി ഓടിച്ച് ആർക്കും ഒരു മാർഗതടസ്സം ഉണ്ടാക്കാതെയാണ് ഞങ്ങൾ കിടന്ന് വണ്ടി ഓടിച്ചത്. അതിനിടയിൽ ഈ നാട്ടകം പഞ്ചായത്തിൽ പോലും ഉള്ള ആൾക്കാരല്ലാതെ പലയിടത്തു നിന്നും വന്ന ആൾക്കാർ വന്നേച്ച് ഇവിടെ കിടന്ന് വണ്ടി ഓടിക്കാം.
കാരണം ഞങ്ങൾ അകത്ത് കയറി ഞങ്ങൾ വണ്ടി ഓട്ടോ എടുത്തോണ്ടിരുന്നത് ഈ അകത്ത് ഞങ്ങളുടെ മുഖപരിചയമുള്ള ആൾക്കാർ അവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് പോലും അറിയാൻ മേലാത്ത ആൾക്കാർ. ഇപ്പൊ അവിടെ നിന്ന് ഒരു കസ്റ്റമർ ഇറങ്ങി വന്നു, അവരുടെ വിലപിടിപ്പുള്ള ഒരു സാധനം നഷ്ടപ്പെട്ടു. ഇവിടെ ലുലുവിൽ കടന്ന് ഓടുന്ന ഒരു വണ്ടിയാണെങ്കിൽ ആ സാധനം ഞങ്ങൾ സൂക്ഷിച്ചു വെക്കും, അല്ലെ അവരെ ഏൽപ്പിക്കും ഞങ്ങളത്. ഇത് എവിടെയുള്ളതാണ് എന്താന്ന് പോലും അറിയാൻ മേലാത്ത കുറെ ആൾക്കാരെയും കൊണ്ട് INTUCയിലുള്ള രണ്ട് ഓട്ടോക്കാർ ഇവിടെ വന്നേച്ച് അവരെ കൂടെ വണ്ടി ഓടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഇത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ CITUവിന്റെ നേതാക്കന്മാരും കൂടെ കൂടിയാണ് ഈ ഇങ്ങനെ ഒരു സ്റ്റാൻഡ്. കാരണം ഒന്നുമില്ലാതെ ഈ റോഡിൽ തേരാപ്പാര ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട്, അധികാരികളുമായിട്ട് സംസാരിച്ചുണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ്. ഇപ്പൊ ഒരു സുപ്രാദ്യം ആ സ്റ്റാൻഡ് ഇവിടെ പാടില്ല എന്ന് പറയുന്ന ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിച്ച കാര്യമല്ല. തൊഴിൽ തടസ്സപ്പെടുത്തി പിഴ ഈടാക്കുന്നതിനെതിരെ CITU പ്രതിഷേധിച്ചു. CITU ഏരിയ സെക്രട്ടറി സുനിൽ തോമസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ പോലീസ് എടുത്തിരിക്കുന്ന സമീപനത്തിനെതിരെ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. എന്താണ്, ഇന്നലെ വരെ ഇവിടെ കിടന്ന ആളുകളെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ഓടാൻ വന്നപ്പോൾ വിവിധ ട്രേഡുകളിലെ ആളുകൾ വന്ന് ഈ പോലീസ് സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായി ഞങ്ങളോട് ഇവിടെ ഓടാൻ പാടില്ല, ഇന്ന് ഓടുന്നവരെ ഇപ്പോ സ്റ്റാൻഡ് അംഗീകാരമുള്ളതല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കെതിരെ ഫൈൻ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. അമിതമായ കൂലി ഏർപ്പെടുത്താൻ വരുന്ന കൂലി ഈടാക്കുന്ന ആളുകൾ ഇവിടെ ഓടാൻ വരുന്നുണ്ട്. അതിനെതിരെയുമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങളിപ്പോ ഉയർത്തുന്ന കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളാണ്, പൊതുജനങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. യൂണിയൻ കൺവീനർ സന്തോഷ് കുറ്റിവേലിൽ, ശ്രീരൂപ്, SP രാജേഷ്, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന അഖില കേരള സൈക്കിൾ പ്രയാണത്തിന് സമാപനമായി. 21 പേരാണ് സൈക്കിൾ പ്രയാണത്തിൽ പങ്കെടുത്തത്. 12 ദിവസങ്ങൾ കൊണ്ട് 1200 കിലോമീറ്ററാണ് ഇവർ സൈക്കിളിൽ പിന്നിട്ടത്. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന അഖില കേരള സൈക്കിൾ പ്രയാണം സമാപിച്ചു. 2 ആഴ്ചയോളം നീണ്ട സൈക്കിൾ പ്രയാണത്തിന് ശേഷം മടങ്ങിയെത്തിയ സംഘത്തിന് കോളേജ് അങ്കണത്തിൽ വരവേൽപ്പ് നൽകി. അധ്യാപകരായ മഞ്ചേഷ് മാത്യു, ജിബിൻ രാജ ജോർജ്, ജിനു മാത്യു, റോബേഴ്സ് തോമസ്, ആന്റോ മാത്യു, ജോബിൻ ജോബ് മാത്തൻ, അനീഷ് സിറിയക്ക, ശില്പ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ 21 വിദ്യാർത്ഥികളാണ് അഖില കേരള സൈക്കിൾ പ്രയാണത്തിൽ പങ്കെടുത്തത്. 12 ദിവസങ്ങൾ കൊണ്ട് 1200ഓളം കിലോമീറ്റർ പിന്നിട്ട് 14 ജില്ലകളിലൂടെയും സഞ്ചരിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ആരോഗ്യ പരിപാലനത്തിന്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിച്ചാണ് സൈക്കിൾ പ്രയാണം സമാപിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ്, വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിലിപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സൈക്കിൾ പ്രയാണം പൂർത്തിയാക്കി. തിരിച്ചെത്തിയവരെ കോളേജ് മാനേജരും പാലാ രൂപതാ മുഖ്യ വികാരി ജനറാളുമായ ഡോക്ടർ ജോസഫ് തടത്തിൽ, കോളേജ് ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ ഡോക്ടർ ജോസഫ് തടത്തിൽ സൈക്കിൾ പ്രയാണത്തിൽ പങ്കെടുത്ത അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മൊമെന്റോ കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിന് ഇത് അഭിമാനത്തിന്റെ നിമിഷം. നാക് റിഫോംസ് കോർ കമ്മിറ്റിയിൽ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് നിയമിതയായി. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ മെച്യൂരിറ്റി ബേസ്ഡ് ഗ്രേഡ് ലെവൽ കോർ കമ്മിറ്റിയിൽ കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് നിയമിതയായി. അക്രഡിറ്റേഷനിലും റാങ്കിങ്ങിലും ആവശ്യമായ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനു വേണ്ട ചട്ടക്കൂടും പ്രവർത്തന രീതിയും വികസിപ്പിക്കുന്നതിനാണ് MGL കോർ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 20 അംഗ കോർ കമ്മിറ്റിയിലാണ് കേരളത്തിൽ നിന്ന് ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് നിയമിതയായിരിക്കുന്നത്. ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് BTech ബിരുദവും ചൈന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും MTech ബിരുദാനന്ദ ബിരുദവും ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും ഡോക്ടറേറ്റും കൊറിയ അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും പോസ്റ്റ് ഫെലോഷിപ്പും നേടിയിട്ടുണ്ട്. സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്വിഷ്ഡ് എഞ്ചിനീയറിംഗ് ടീച്ചർ ഓഫ് കേരള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബിനെ തേടിയെത്തിയിട്ടുണ്ട്. ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബിന്റെ അക്കാദമിക ഭരണരംഗത്തെ പരിചയവും സംഭാവനകളും പരിഗണിച്ചാണ് ഈ പുതിയ നിയമനം. 2022 മുതൽ അമൽജ്യോതി കോളേജിന്റെ പ്രിൻസിപ്പലായി തുടരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. അറിയിപ്പ്
കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും കേരള സർക്കാരിന്റെ തൊഴിലും നൈപുണ്യ വകുപ്പും ചേർന്ന് RI സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടത്തുന്നു. ജനുവരി 13 ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയിലാണ് മേള. അപ്രന്റീസ് പരിശീലനത്തിന് അവസരമൊരുക്കാനുള്ള മേളയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളും പങ്കെടുക്കും. വിവിധ ITI ട്രേഡുകളിൽ യോഗ്യത നേടിയവർക്ക് പങ്കെടുക്കാം. രാവിലെ 9:30 മുതൽ 11:30 വരെയാണ് രജിസ്ട്രേഷൻ. വിവരങ്ങൾക്ക് ഫോൺ 048125618003. ജില്ലാ ലേബർ ഓഫീസിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡ്രൈവർ അടക്കം 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. 2015 ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനമായിരിക്കണം. ടെൻഡറുകൾ ജനുവരി 20 വൈകിട്ട് 5 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 048125644365. ജില്ലാ പഞ്ചായത്തും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി പദ്ധതിക്ക് ക്ഷീര കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട ക്ഷീര കർഷകർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം കുറവിലങ്ങാട് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ക്ഷീരസംഘങ്ങളിൽ നിന്നും ലഭിക്കും. വിവരങ്ങൾക്ക് ഫോൺ 0482924378. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ കാട്ടുപന്നി സാന്നിധ്യമുള്ള 48 ഹോട്ട്സ്പോട്ടുകൾ. കാട്ടുപന്നികളെ വേട്ടയാടുന്നതിനുള്ള ഭാരിച്ച ചെലവ് വഹിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ്. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ പേട്ടതുള്ളി. മതമൈത്രിയുടെ പ്രതീകമായി എരുമേലി. മനം നിറഞ്ഞ് ആയിരങ്ങൾ. പൊൻകുന്നം അട്ടിക്കലിൽ വാഹനാപകടം. ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഇടിച്ചുകയറി 5 കടകൾ തകർന്നു. ആർക്കും പരിക്കില്ല. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാർ. കേരള യൂണിവേഴ്സിറ്റിയെ തകർത്തത് എതിരില്ലാത്ത 3 സെറ്റുകൾക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.